വീണ്ടും F3 വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീനഗറാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നിഷാത്ത് ഗാർഡൻ. ശ്രീനഗരത്തൊരു എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനാണ് നിഷാത്ത് ഗാർഡൻ. അപ്പോൾ ഞങ്ങളുടെ തേർഡ് ഡേ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളൊരു ഏർലി മോർണിംഗ് നിഷാത്ത് ഗാർഡൻ വിസിറ്റോടു കൂടി തന്നെ ആയിരുന്നു. ഇവിടെ അവർ എല്ലാ പ്ലാന്റ്സ് ആയാലും ലാൻഡ്സ്കേപ്പും ഒക്കെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. ഫ്ലവേഴ്സൊക്കെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഭയങ്കര ഭംഗിയുള്ള ഒരു ജമന്തിയുടെ ഒരു വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഭംഗിയുള്ള ഫ്ലവേഴ്സ്. ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ അവിടുന്ന് കുറച്ചൊരു വെറൈറ്റി റോസസിൻ്റെ കൊമ്പൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ആൻഡ് വേറൊരു ഭംഗിയുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് മരങ്ങളാണ്. നമ്മൾ ശരിക്കും ഈ വിദേശത്ത് ലൊക്കേഷൻസൊക്കെ വരുന്ന മൂവീസിലൊക്കെ കാണുന്ന വളരെ റെഗുലറായി കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രീസാണിത്. ഇപ്പോൾ ഫോറിൻ ലൊക്കേഷൻസിലൊക്കെ നമ്മൾ ഏതൊരു മൂവി എടുത്ത് നോക്കിയാലും ഒരു സോങ് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ മരം എങ്ങനെയായാലും പ്രത്യക്ഷപ്പെടും. Yeah, I'm falling for you easy like these autumn leaves. I wanna give you real love, the kind that never leaves. And we got so much we can do with all this energy. And through the seasons change, I just want you next to me. അതേ ദിവസം ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ശ്രീ ശങ്കരാചാര്യ ജി ടെമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ടെമ്പിൾ ഫുൾ അവർ സ്റ്റോൺ, ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺ വെച്ചിട്ടാണ് ഫുൾ ആ ടെമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു താഴത്ത് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരുപാട് സ്റ്റെപ്സ് കയറാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 200 അറൗണ്ട് 200 ടു ഒരു ആ ഒരു അപ്രോക്സിമേഷനിൽ തന്നെ കുറേ സ്റ്റെപ്സ് കയറാനുണ്ട്. അപ്പം ആ സ്റ്റെപ്സൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഡെസ്റ്റിനേഷൻ, ഈ ഒരു ടോപ്പ് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് കയറിയിട്ട് വേണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ മഞ്ഞ് മൂടിയിരിക്കുകയാണ് താഴെ. അപ്പോൾ ആ ഒരു 360 ഡിഗ്രി വ്യൂ ഞാൻ എടുത്തപ്പോൾ ഫുൾ താഴെയൊന്നും എനിക്ക് കാണാനുണ്ടായിരുന്നില്ല, കാരണം ഫുൾ മഞ്ഞ് മൂടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിനിയും കയറി ഇതിൻ്റെ പീക്കിലാണ് മെയിനായിട്ടുള്ള നമ്മളുടെ ഡയറ്റി ഇരിക്കുന്ന സ്പേസ് വരുന്നത്. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു, ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. ഒരു എല്ലാ നമ്മളുടെ ബാക്കി തരത്തിലുള്ള എൻജോയ്മെൻറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ഡൈവേർഷൻ, ഒരു സ്പിരിച്വൽ ഡൈവേർഷനായിരുന്നു ശ്രീ ശങ്കരാചാര്യ ജി ടെമ്പിൾ വിസിറ്റ്. നമുക്ക് ഇവിടുത്തെ ഒന്നും പോലെയല്ല, ഉള്ളിലുള്ള ഡയറ്റി ആ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി തന്നെ നമുക്ക് തൊഴാം. അങ്ങനെ പുറത്ത് നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ഉള്ളിലോട്ട് അവർ ഫുൾ ഡയറ്റിയുടെ അതൊന്നും എടുക്കാനുള്ള ഫോൺ അലൗഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതൊന്നും കാണിച്ചിട്ടുമില്ല. ശങ്കരാചാര്യ ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് വെരി വെൽ നോൺ, കാശ്മീർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് വിസിറ്റ് ചെയ്യാതെ ഒരാളും പോകുന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവർ വെരി ഓൺ ദാൽ ലേക്ക്. ഇപ്പോൾ ദാൽ ലേക്കിലെ വിശേഷങ്ങൾ ആണ് ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല ഒരു ക്ലൈമറ്റായിരുന്നു അവിടെ. ഞങ്ങൾ പോയ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ മന്ത് ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടൂലിപ്പ് ഗാർഡൻസ് ഒന്നും കാണാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. കാരണം ടൂലിപ്പ് ഗാർഡൻസ് ഒക്കെ ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലാണെന്നാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിനിനി പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് മിസ്സായുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. നമ്മളുടെ ഓപ്പോസിറ്റ് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഈ ദാൽ ലേക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിനോടൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും വളരെയധികം. കാരണം നിങ്ങൾക്ക് ദാൽ ലേക്കിൽ നമ്മൾ ഫുൾ അവർ നമ്മളെ കാണിച്ചു തരും. ആ ഒരു ജേണിയിൽ സൈഡിലൊക്കെ നമുക്ക് ഷോപ്സ് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ കണ്ട ചെറിയ ചെറിയ സ്റ്റേഷനറി ഷോപ്സ് ഉണ്ട്, കൊക്കക്കോള, അപ്പോൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കിട്ടുന്ന സ്റ്റേഷനറി ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ജേണിയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞാൽ നമ്മൾ സൈഡാക്കി തരും അവർ. നമുക്ക് പോയി വാങ്ങിച്ചിട്ട് തിരിച്ച് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് കുറേ ഫ്രൂട്ട്സ് സെല്ലേഴ്സ് കാണാൻ പറ്റും.
ഓ ഇതാണ് മീന ബസാർ. ഓക്കെ ഓക്കെ. ഇനി ചെല്ലാൻ പോകുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ സെക്ഷനെയാണ് അവർ മീന ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ ദാൽ ലേക്കിൽ മീന ബസാർ സെക്ഷൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് നമ്മൾ എൻ്റർ ആവാൻ പോകുന്നത്. ദാൽ ലേക്ക് വേറൊരു കാര്യം എടുത്തു പറയണം. കാരണം ഇവിടുത്തെ ഒരു ക്ലെൻലിനെസ്, നീറ്റ് എന്ന് പറയുന്നൊരു സംഭവം, അരുവിലൊന്നും അവർ ഗാർബേജസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ഡംപ് ചെയ്തിട്ടില്ല. അനാവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക്സും കാര്യങ്ങളും അവർ ത്രോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ലേക്ക് എന്ന് പറയുന്നത് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കങ്ങനെ ഒരു സ്മെല്ലും കാര്യങ്ങളും അങ്ങനെ ഒന്നും വന്നിരുന്നില്ല. ഭയങ്കര പ്ലസൻ്റായിട്ട് തന്നെയായിരുന്നു ആ ഫുൾ ദാൽ ലേക്ക് ജേണി. പിന്നെ കടകളിലെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം. അവിടുത്തെ സാധനങ്ങളും ക്ലോത്ത്സും അങ്ങനത്തെ ഒന്നും നമുക്ക് അഫോർഡബിൾ അല്ല. നല്ല ഹൈ റേറ്റിന് തന്നെയാണ് അവരെല്ലാം സെല്ല് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പോയി വാങ്ങാനുള്ളൊരു അഫോർഡബിലിറ്റിയും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഡ്രോബാക്കായിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഞങ്ങളൊരു ഷോപ്പിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ റേറ്റ് വളരെ കൂടുതലായിരുന്നു. ഞാനും അമ്മയും അനുവും അല്ലും ഞങ്ങൾ ഒരു വള്ളത്തിലായിരുന്നു. വേറൊരു വള്ളത്തിലായിരുന്നു ഏട്ടനും ചേച്ചിയും അച്ഛനും. അപ്പോൾ അച്ഛനൊക്കെ ഫുൾ ഓൺ അന്ന് ഇത് ഞങ്ങളുടെ ആ ദിവസത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിലേക്കായിരുന്നു പോകുന്നത്. അപ്പോൾ അച്ഛനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കമൊക്കെ വന്നു തുടങ്ങി. അച്ഛനൊക്കെ ഫുൾ ഓൺ റെസ്റ്റ് മൂഡിലാണ്. അപ്പം പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ദാൽ ലേക്കിൽ. ഭയങ്കര കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ എവിടെ നിന്നാണോ കയറിയത് ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശ്രീനഗർ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് പെഹൽഗം വ്ളോഗാണ്. സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. എല്ലാവരും F3 വ്ളോഗ്സ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. താങ്ക് യു.